വാട്ടർ മെട്രോയെ പറ്റി പറയുമ്പോൾ കൊച്ചിൻ മെട്രോയെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. 2017 ആലുവ മുതൽ പാലാരിവട്ടം വരെ ആരംഭിച്ച മെട്രോ റെയിൽ യാത്ര ഇന്നിപ്പോൾ 25 സ്റ്റേഷനുകളിലായി ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ വ്യാപിച്ചു കിടക്കുന്നു. നമുക്ക് വളരെ നല്ല ഒരു യാത്രാനുഭവമാണ് മെട്രോ റെയിൽ സമ്മാനിച്ചത്. കൊച്ചി നഗരത്തിൻ്റെ മുകളിൽ കൂടി കൊച്ചിയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു യാത്ര, അത് വളരെ നല്ല ഒരു അനുഭവമാണ്. കൂടാതെ വളരെ വേഗം നമുക്ക് തൃപ്പൂണിത്തുറ മുതൽ ആലുവ വരെ എത്തിച്ചേരാൻ കഴിയും. മിക്കവാറും നമ്മളെല്ലാവരും ആസ്വദിച്ച ഒരു കാഴ്ച തന്നെയാണ് മെട്രോ റെയിലിലെ യാത്ര. ഇന്ന് നമ്മൾ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. കൊച്ചി വാട്ടർ മെട്രോ അടുത്ത കാലത്താണ് ഹൈക്കോർട്ടിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കുള്ള സർവീസ് ആരംഭിച്ചത്. ഏതാണ്ട് 2024 ഏപ്രിൽ മാസത്തിലാണ് ഇത് തുടങ്ങിയത്. അതിനു മുമ്പ് ഹൈക്കോർട്ടിൽ നിന്നും വൈപ്പിനിലേക്കും സർവീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2021 ഫെബ്രുവരിയിൽ വൈറ്റില മുതൽ കാക്കനാട് വരെയുള്ള ഒരു സർവീസായിട്ടാണ് വാട്ടർ മെട്രോ ആരംഭിച്ചത്. ഹൈക്കോർട്ടിലെ വാട്ടർ മെട്രോ ടെർമിനലിന് സമീപം നിന്നാൽ നമുക്ക് സമയം പോകുന്ന അറിയില്ല. ഇതുപോലെയുള്ള വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ആഡംബര കപ്പലുകളും വലിയ വലിയ ബോട്ടുകളും എല്ലാം ഇങ്ങനെ ഒഴുകി നടക്കുന്നതാണ്. കൊച്ചിയിലെ വളരെ പഴക്കമുള്ള ഒരു ഫ്ലാറ്റാണ് ഈ കാണുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ ഹൈക്കോർട്ടിലെ ടെർമിനൽ ഉള്ളത്. ഇവിടെ നിന്നാണ് ഫോർട്ട് കൊച്ചിയിലേക്കും അതുപോലെ വൈപ്പിനിലേക്കുമുള്ള സർവീസുകൾ നടക്കുന്നത്. ഹോളിഡേയ്സിൽ മിക്കവാറും വളരെ നല്ല തിരക്കായിരിക്കും ഇവിടെ അനുഭവപ്പെടുക. ഞങ്ങളൊരു ഒഴിവ് ദിവസമാണ് പോയത്, അതുകൊണ്ട് തന്നെ വളരെ നീണ്ട ഒരു ക്യൂ ആയിരുന്നു. ഏകദേശം 1 മണിക്കൂറിലധികം ക്യൂ നിന്ന ശേഷമാണ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചത്. 2 കൗണ്ടറുകളുണ്ടെന്നാണ് മനസ്സിലായത്, പക്ഷേ അന്ന് ഒരു കൗണ്ടർ പ്രവർത്തിക്കുന്നതായിട്ടാണ് കണ്ടത്. എന്തായാലും ആൾക്കാർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ വാട്ടർ മെട്രോയിലെ യാത്ര എന്നതിനൊരു തെളിവാണ് അന്നത്തെ അതിൻ്റെ ടിക്കറ്റ് ഇതാ ഇങ്ങനെയാണ്. ഒരു ATM കാർഡ് പോലുള്ളൊരു ടിക്കറ്റാണ് നമുക്ക് ലഭിക്കുക. നമ്മളൊരു ബാച്ചായിട്ടാണ് പോകണമെങ്കിൽ എല്ലാവർക്കും കൂടി ഒറ്റ ടിക്കറ്റ് ആണ് ലഭിക്കുക. അത് സ്കാൻ ചെയ്ത് നമ്മൾ അതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലെ വളരെ വിശാലമായ ഒരു ഹാളിലേക്കാണ് എത്തുക. അവിടെ മുൻഗണനാ ക്രമത്തിൽ നമുക്ക് ഇരിക്കുവാനുള്ള സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ഹാളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വന്നയാൾ ഒന്നാമതായിരിക്കുന്ന രീതിയിൽ അങ്ങനെ ഇരിക്കാൻ കഴിയും. ബോട്ട് വന്നു കഴിയുമ്പോൾ ആ ക്യൂ തന്നെ തുടർന്ന് പോയി അങ്ങനെ ബോട്ടിലേക്ക് കയറുന്ന ഒരു രീതിയാണ്. 50 പേർക്കാണ് ഒരു ബോട്ടിൽ ഇരിക്കാൻ കഴിയുക. ബാക്കി 46 പേർ നിന്ന് യാത്ര ചെയ്യണം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഇവിടെ നോക്കിയാൽ ഒന്നിലധികം വാട്ടർ മെട്രോയുടെ ബോട്ടുകൾ ഇവിടെ കിടക്കുന്നത് കാണാം. വളരെ മനോഹരമായ പെയിൻറ്റിങ് കളറിൽ വർണ്ണങ്ങളൊക്കെയുള്ള ബോട്ടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വിശാലമായ സ്ഥലമാണ്. നല്ല വൃത്തിയുള്ള സീറ്റുകളും മുമ്പ് പല വീഡിയോകളിലും നമ്മൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഇതിൽ യാത്രക്കാർ ചെയ്യാൻ മുൻകരുതലുകൾ എന്തൊക്കെയാണ് എടുക്കേണ്ടതെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ അതിൽ കാണാം. അങ്ങനെ നമ്മൾ ഹൈക്കോർട്ട് വാട്ടർ മെട്രോയുടെ ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്നും അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കൊച്ചി നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര തുടങ്ങാം. ചെറിയ മഴക്കാറുള്ളതുകൊണ്ട് ദൃശ്യങ്ങൾക്ക് തെളിച്ചം കുറച്ച് കുറവാണ്.
നമ്മൾ യാത്ര ചെയ്യുന്ന ഇടതുഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ ചില ആഡംബര കപ്പലുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. ഈ കാണുന്നത് ബോൾഘാട്ടി പാലസിൻ്റെ സ്ഥലമാണ്. ചെറിയൊരു ദ്വീപാണ് ഇത്. വളരെയധികം സിനിമകൾ, മലയാളവും അതുപോലെ തമിഴ് തുടങ്ങി വളരെയധികം സിനിമകളുടെ ലൊക്കേഷനായിരുന്നു ഈ ബോൾഘാട്ടി പാലസ്. അത് വളരെ മനോഹരമായ ഒരു കാഴ്ച. അങ്ങനെ ബോൾഘാട്ടി പാലസ് പിന്നിട്ട് നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുക. ആ ദൂരെയായി കാണുന്നത് കണ്ടെയ്നർ ടെർമിനലിൻ്റെ ക്രെയിനുകളാണ്. ഇനി നമ്മളതിൻ്റെ ഏകദേശം അടുത്തു കൂടിയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. വലിയ ഒരു കപ്പൽ അവിടെ കിടക്കുന്നത് കാണാം. കുറേ നാളുകളായി ഇപ്പോൾ ആഡംബര കപ്പലുകളൊക്കെ കൊച്ചിയിൽ ഇഷ്ടം പോലെ വരുന്നുണ്ടെന്ന് കേട്ടിരുന്നു. മറ്റൊരു ബോട്ട് ഇങ്ങനെ കടന്നു പോകുന്ന ദൃശ്യമാണ്. ഇത് വൈപ്പിനിലേക്കുള്ള ബോട്ടാണ്. തിരികെ വരുന്ന മറ്റൊരു ബോട്ട് ആണ് കടന്നു പോകുന്നത്. കണ്ടെയ്നർ ടെർമിനലിൽ വളരെ വലിയൊരു കപ്പൽ കിടക്കുന്നുണ്ട്. പക്ഷേ അവിടുന്ന് വെളിച്ചം ഇങ്ങോട്ടായതുകൊണ്ട് അത് വ്യക്തമായി കിട്ടുന്നില്ല. നമുക്കിതിൻ്റെ അപ്പുറത്തേക്ക് പാസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു വ്യൂ കിട്ടുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ആ കപ്പലിൻ്റെ വ്യൂ കിട്ടുന്നുണ്ട്. വളരെ വലിയൊരു കപ്പലാണ്. അതിൽ ചരക്കുകളൊക്കെ കണ്ടെയ്നറുകളിലായി ഇരിക്കുന്നുണ്ട്. അതൊക്കെ ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കുകയോ കയറ്റുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണിത്. ഒരു ഹൗസ് ബോട്ട് ഇതിലെ വരുന്നുണ്ട്. കുമരകത്തും ആലപ്പുഴയിലൊക്കെയാണ് ഹൗസ് ബോട്ടുള്ളതെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഹൗസ് ബോട്ടൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ടെർമിനൽ ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് ആണ് ജങ്കാർ. ഇതിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്നും വൈപ്പിനിലേക്ക് സർവീസ് നടത്തുന്ന ജങ്കാറാണ്. ഇതിൽ വാഹനങ്ങളും ആളുകളും എല്ലാം കയറി ഫോർട്ട് കൊച്ചിയിൽ നിന്നും നേരെ വൈപ്പിനിലേക്ക് പോകും. ഒരു 4-5 മിനിറ്റ് നേരത്തെ യാത്രയാണ് ഇതിന് വേണ്ടി വരുന്നത്. റോഡ് മാർഗ്ഗം വരികയാണെങ്കിൽ കുറേ കറങ്ങി വരണം. അതുകൊണ്ട് ഈ ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് ജങ്കാറിൽ വാഹനങ്ങളും ആളുകളൊക്കെ കയറി നേരെ വൈപ്പിനിൽ പോയി.
ഒരാൾക്ക് 3 രൂപയാണ് ചാർജ്. വാഹനങ്ങളുടെ ചാർജ് എത്രയാണെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ വാട്ടർ മെട്രോയുടെ ടെർമിനലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ചുവന്ന നിറത്തിൽ കാണുന്നതാണ് വാട്ടർ മെട്രോ സ്റ്റേഷൻ, ഫോർട്ട് കൊച്ചിയിലത്തെ വാട്ടർ മെട്രോയുടെ ടെർമിനൽ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ചീനവലകളൊക്കെ ആണ് ഈ ഫോർട്ട് കൊച്ചിയുടെ മിക്കവാറും എല്ലാ ചിത്രങ്ങളിലും നമുക്ക് ചീനവലകൾ കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു മനോഹാരിത എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കാണുന്ന ചീനവലയുടെ അപ്പുറത്തായിട്ടാണ് പിന്നെ ഫോർട്ട് കൊച്ചിയിലെ ബീച്ചുള്ളത്. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങുന്ന പ്ലാറ്റ്ഫോമും തന്നെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കൂടുകയോ കുറയുകയോ എന്ത് ചെയ്താലും ബോട്ടും ഈ പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ലെവൽ എപ്പോഴും ഒരേപോലെയായിരിക്കും. ഇറങ്ങി നമ്മൾ ബീച്ചിലേക്ക് നടക്കുകയാണ്. മെട്രോ ടെർമിനലിൽ നിന്ന് പുറത്തിറങ്ങി വലത്തോട്ട് നടന്നാലാണ് ബീച്ചിലെത്തുക. പോണ വഴിക്ക് ഇങ്ങനെ കുട്ടികൾക്കുള്ള ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട് അവിടെ. പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. ഒത്തിരി കുട്ടികൾ അവിടെ ഇങ്ങനെ കളിക്കുന്നതൊക്കെ കാണാം. ഏകദേശം 1/2 കിലോമീറ്റർ താഴെയുള്ളൂ വാട്ടർ മെട്രോയുടെ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് നിന്നും ഫോർട്ട് കൊച്ചിയിലെ ബീച്ചിലേക്ക്. പോകുന്ന വഴിയൊക്കെ നല്ല തണലുണ്ട്. ഉച്ചയ്ക്കാണെങ്കിലും ഈ ഭാഗത്തൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കടലിലെ തണുത്ത കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ലാതെ നമുക്കിവിടെ ഇരിക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ ബീച്ചിലെത്തി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. സമയം പോകുന്നൊന്നും അറിയില്ല. വലിയ വലിയ ബോട്ടുകളും കപ്പലുകളും ഒക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും നമ്മൾ ഫോർട്ട് കൊച്ചിക്ക് വരികയാണെങ്കിൽ നേരെ ഹൈക്കോർട്ടിൽ വന്ന് രാവിലെ ഉച്ചയുടെ മുമ്പ് ഫോർട്ട് കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിൽ നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. മട്ടാഞ്ചേരി പാലസ് ഉണ്ട്, രവിവർമ്മയുടെ ആർട്ട് മ്യൂസിയം ഉണ്ട്, അതുപോലെ കുറേ പള്ളികൾ, വളരെയധികം പഴക്കമുള്ള പള്ളികളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയാലേ കാണാൻ പറ്റൂ. ഇന്നിപ്പോൾ വല്ലാതെ ക്യൂവിൽ ഏകദേശം 1 മണിക്കൂറിലധികം ഒക്കെ നിന്നതുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ കുറച്ച് വൈകി. അതുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ വലിയ കപ്പലുകളൊക്കെ പോകുന്നത് കാണാം. മിക്കവാറും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്ന കാണാണ്ട്. കടലിലൊക്കെ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കുറച്ച് ചെരുവ് കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ കാണുമ്പോൾ. സാധാരണ ബീച്ച് പോലെ പരന്ന് കിടക്കുന്ന ഒരു ബീച്ചല്ല, കുറച്ച് ചെരുവ് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ. അതുകൊണ്ട് കടലിലേക്കൊക്കെ വഴുതി വീഴാനൊക്കെ സാധ്യത കൂടുതലുണ്ടെന്ന് തോന്നുന്നു. വേറൊരു ചെറിയൊരു കപ്പൽ ഇതിൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. മറ്റൊരു കപ്പൽ വരുന്നു. ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ മനസ്സിന് വളരെ റിലാക്സേഷൻ തരുന്ന ഒരു സംഭവമാണ്. കാരണം നമുക്ക് ടെൻഷനുള്ള സമയമാണെങ്കിലും അതുപോലെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഏത് മൂഡിലും നമുക്ക് ബീച്ചിൽ വന്ന് പഴയ ആൾക്കാർ പറയുന്നത് തിരയെണ്ണിട്ടിരിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മനസ്സിന് നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. സന്ധ്യ കഴിഞ്ഞ് ലൈറ്റുകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്.
ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഇതാ ജങ്കാർ സർവീസ് വന്നടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് ആരംഭിച്ചിട്ടാണ് നേരെ അക്കരെ കാണുന്ന വൈപ്പിനാണ്. അവിടേക്കാണ് ഇവിടുന്ന് ജങ്കാർ സർവീസ് ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ അതിൽ കയറി അക്കരെ പോവാം. അതുപോലെ വാഹനങ്ങളിൽ നമ്മൾ വരുന്നെങ്കിൽ വൈപ്പിനിലേക്ക് പോകണമെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വാഹനം അതിൽ കയറ്റിയിട്ട് നേരെ അക്കരെ പോവാം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ കാണുന്നത് ആലുവ മെട്രോ റെയിലിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ചയാണ്. പോകുന്ന വഴി ഇങ്ങനെ കുറേ വണ്ടികളൊക്കെ പോകുന്ന ഒരു ദൃശ്യം കണ്ടപ്പോൾ വളരെ രസം തോന്നിയുണ്ട് ആഡ് ചെയ്തേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നോട് കൊടുക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്